അങ്ങനെ നട്ടലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ നെവിൻ വാഴപ്പിണ്ടി നട്ടലുമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഗൈസ്, ഇന്നലെ മുതലുള്ള ലൈവ് അപ്ഡേറ്റ്സ് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പം എനിക്ക് ഡബ്ബിംഗ് ഉണ്ടായിരുന്നു, ഡബ്ബിംഗ് സ്റ്റുഡിയോയിലായിരുന്നു. അപ്പം അതിൻ്റെ ഡബ്ബിംഗ് റെക്കോർഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം എത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റായി പോയി, സോറി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കണം, ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രി മുതലുള്ള സംഭവവികാസങ്ങൾ, നെവിൻ പുറത്തു പോയതിനു ശേഷം അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം പിന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അനുമോളുടെ പല കാര്യങ്ങളും, പല കവറുകളും ബാഗുകളും അതേപോലെ പിന്നെ ബാത്റൂം കിറ്റും ഒക്കെ ഈ ആര്യൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ, അങ്ങനെ പിന്നെ സംബോധന ചെയ്യാൻ പറ്റും. ഈ പിന്നെ സ്ത്രീകളെ വളയ്ക്കാൻ വേണ്ടി നടക്കുന്ന വെറും ഒരു ഗിരിരാജൻ കോഴി. അപ്പോൾ അവൻ ഇങ്ങനെ ഈ കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ എടുത്തു വെക്കുന്നു, ആ കൊച്ചിൻ്റെ സാധനങ്ങൾ പിടിച്ചു പറിക്കാൻ ചെല്ലുന്നു. അതാണെങ്കിൽ രാത്രി അതിൻ്റെ പാവക്കുട്ടിയെ പിടിച്ച് ഒളിച്ചു വെച്ചു. രാത്രി 2 മണിക്ക് അനുമോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മളെ ലൈവിൽ കാണിച്ച ഒരു കാര്യം, ഈ നമ്മുടെ രേണുസുതി ഉണ്ടല്ലോ, രേണുസുതി അരിയും മണ്ണും കൂടി ചേർത്ത് തിന്നുന്ന ഒരു സംഭവം, അത് അനുമോളാണ് കണ്ടത്. അപ്പം അനുമോള് ലൈവിൽ നമ്മളെ കാണിച്ചു, പക്ഷേ അനുമോള് രഹസ്യമാക്കിയിട്ട് രേണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇനി അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ എന്തോ വൈറ്റമിൻ്റെ കുറവോ അല്ലെങ്കിൽ എന്തോ അസുഖമോ, ഈ കൊക്കപ്പുഴു പോലുള്ള അസുഖമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ അമിതമായിട്ട് എപ്പോഴും തിന്നുന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ദിവസം പറഞ്ഞു, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും രേണുസുതി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ തിന്നുന്ന മാത്രമാണ് കാണിക്കുന്നത്, ഇങ്ങനെ എപ്പോഴും ചവച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ അരിയും മണ്ണും, ഈ മണ്ണ് എവിടെ നിന്ന് കിട്ടുന്നത്? അത് ഞാൻ ആലോചിക്കുന്നത്, മണ്ണ് എവിടെ, ഈ അവിടെ പുറത്തേക്കുള്ള മണ്ണ് എടുക്കുന്നതായിരിക്കും എന്തോ, എനിക്കറിയില്ല. അപ്പോൾ ആ മണ്ണും കൂടി ചേർത്ത് അരിയും കൂടി ചേർത്ത് ചവച്ച് ഇങ്ങനെ, അതാണ് ഈ ചവച്ച് നടക്കുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് ദൈവമേ നമ്മൾ കാണേണ്ടത്. നമ്മൾ ഈ ഹോട്ട്സ്റ്റാറും ചാർജ് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെ പേക്കൂത്തുകളാണ് കാണേണ്ടത്. എന്നാലും ഈ കൊച്ചിന് ഇതിനെയല്ല ഞാൻ പേക്കൂത്തെന്ന് പറഞ്ഞാൽ, ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഒന്നില്ല എന്തോ വൈറ്റമിൻ്റെ കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു അസുഖം. ഈ കൊക്കപ്പുഴു ഒക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെ വരും, പിന്നെ വൈറ്റമിൻസ് കുറവുള്ളവർക്ക് വരും. അതുകൊട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ അതൊരു ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനുശേഷം രാത്രി 2 മണിക്കൊക്കെ അപ്പാനിയൊക്കെ വിളിച്ചുകൊണ്ടിട്ട് അവളുടെ കിറ്റ് കാണാതെ പോയി, അവളുടെ സാധനങ്ങൾ എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെയും ഈ സാധനം കണ്ടില്ല. രാവിലെയും ഈ സാധനം ആരും കൊടുക്കാൻ തയ്യാറായില്ല. ആരും വളരെ മോശമായിട്ടാണ് അനുമോളുടെ ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. അനുമോളുടെ പാവക്കുട്ടീനെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് അത് ആദില കണ്ടുപിടിച്ചതിന് ശേഷം അത് കിട്ടിയപ്പോൾ അവൻ പറയാണ്, നിന്നെ പ്രണയിക്കാൻ നീ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ നിന്റെ പാവയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വിവരം കേട്ടവൻ, ഇവനെ അടിച്ച് പുറത്താക്കണേ പ്രേക്ഷകരെ പ്ലീസ്. അവനെ അടിച്ച്, അവനെ എന്താ പറഞ്ഞ, അവനെ ചൂലെടുത്ത് അടിച്ചിറക്കണം അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങാണ് ആ ബിഗ് ബോസിൽ കയറില്ല, ഒരിക്കലും പോയില്ല. എൻ്റെ അമ്മ, ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്ത് പോയേനെന്നറിയാം. കാരണം നമുക്കൊന്നും ഒരിക്കലും ക്ഷമയില്ല. ഒന്നാമത്തെ കാര്യം, ഇതിലൊക്കെ ഭയങ്കര കൺട്രോളിങ് പവറാണ്. നമുക്കൊന്നും ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ. അടിച്ചവൻ്റെ ഒന്നാമത്തെ കാര്യം കരാട്ടയാണ്. അടിച്ചവൻ്റെ ഉടലും ഞാൻ പൊട്ടിക്കാൻ, അവൻ്റെ പല്ല് അകത്ത് വിട്ടാനെ, ഏതവൻ്റെ ആയാലും അത് പൊട്ടാനത്. അപ്പോൾ പിന്നെ ആ കൊച്ചിനെ ഇങ്ങനെ പെണ്ണിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക. കാരണം അവൾക്ക് ഏത് രീതിയിൽ അത് പ്രതികരിക്കണമെന്നറിയില്ല. കാരണം ദേഷിച്ച് പ്രതികരിച്ച വായിൽ നല്ലത് വരുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർ, ഒന്നാമത്തെ കാര്യം അവളെ ഇത് അനാവശ്യമായിട്ട് ഈ സ്റ്റാർമാജികൾ വന്ന് അനാവശ്യമായിട്ട് തങ്കച്ചൻ്റെ പേര് വലിച്ചിട്ട് ഒരുപാട് അതിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചാണ്. ഒരുപാട് ഹേറ്റേഴ്സ് അല്ലാതെ തന്നെ അതിനുണ്ട്. അതിൻ്റെ ക്യാരക്ടറാണ്. എൻ്റെ ഒരു വീഡിയോ പോയി നോക്കുക, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പെട്ടെന്ന് സെൻഡ് ചെയ്യാവുന്ന ആൾക്കാരെ, പെട്ടെന്ന് കരയുന്ന ആൾക്കാർ, എന്തൊരു സങ്കടം കണ്ടാലും സന്തോഷം വന്നാലും പെട്ടെന്ന് കരയുന്ന ആൾക്കാരാണ്. അവരുടെ നേച്ചറാണ് ആ കുട്ടിക്ക് കിട്ടിയത്. അവൾക്കിപ്പം പിന്നെ മാതാപിതാക്കളുടെ സ്വഭാവമല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കരയുന്നതിന് എന്താണ് കുറ്റം? കരയുന്നെങ്കിൽ കരഞ്ഞോട്ടെ. അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞു വിട്ടത്. മൂക്ക് കരയാൻ തോന്നുമ്പോൾ കരയുക, മൂക്ക് ദേഷ്യം വരുവാണെങ്കിൽ അതും പിടിച്ചു വെക്കേണ്ട കാര്യമില്ലെല്ലാം അവിടെ ആക്കിയിട്ട് വേറെ വലിയ പ്രശ്നത്തിലേക്കും നല്ല സ്വഭാവത്തിലേക്ക് പോയാൽ മതി. ഇവിടെ എന്താണോ അതുപോലെ തന്നെ അവിടെയും കാണിക്കുക. എനിക്ക് തോന്നുന്നു അനുമോൾ ഇവിടുത്തെ അതേ ക്യാരക്ടർ തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. അവളുടെ ക്യാരക്ടർ അതാണ്. അല്ലാണ്ട് അവൾ അവിടെ പോയിട്ട് അഭിനയിക്കുക കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാളുമല്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനുള്ള പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴും ആ ശൈലിയും സംസാരവും എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ. അവിടെ നിൽക്കട്ടെ. അതിനുശേഷം പിന്നെ രാവിലെയും കൊടുക്കാൻ തയ്യാറായില്ല.
പിന്നെ അവിടെ കിച്ചണിൽ ജിസേൽ അമ്മായി എന്ന് വിളിച്ചാൽ മതി. ജിസേൽ അമ്മായി കുറേ നല്ല ഏജൊക്കെ ഉള്ള സ്ത്രീയാട്ടോ. അപ്പോൾ ജിസേൽ അമ്മായിക്ക് എപ്പോഴും കുറച്ച് ആമ്പിള്ളേരെ 4 ചുറ്റും 2 സൈഡിലും 2 ആമ്പിള്ളേർ, 2 ആണുങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. ജിസേൽ അമ്മായി എങ്ങനെ കിടക്കമ്പടി 2 ആണുങ്ങൾ വേണം, ഇരിക്കമ്പടി 2 ആണുങ്ങൾ വേണം. ആരുടെയും ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യല്ല, പക്ഷേ ഇത് നമ്മൾ ലൈവിൽ എപ്പോഴും കാണുന്ന കാര്യമാണ്. ഒരുപാട് ക്ലിപ്പിങ്സ്, ചെറിയ 10 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡിൻ്റെ എല്ലാം ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും എനിക്ക് ഇവിടോട്ട് കൊണ്ടുവന്ന് ഇനി ഫോൺ എടുത്ത് വെച്ച് കാണിക്കണം. ഞാൻ ഈ ഫോണിലാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാനതിൻ്റെ പിക്സ് മാത്രം എടുത്തിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇതേ കണക്കുള്ള അമ്മായിക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 പിള്ളേരെ വേണം, 2 ആമ്പിള്ളേരെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നെങ്കിൽ മാത്രമേ അമ്മായിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ ഉള്ളവന്മാർക്ക് ഈ അമ്മായിയുടെ കൂടെ കിടക്കാൻ വേണ്ടി കടുപിടിയാ. അയ്യോ എനിക്ക് ജിസേൽ അമ്മായിയുടെ കൂടെ കിടക്കണം, എനിക്ക് ജിസേൽ അമ്മായിയുടെ കൂടെ കിടക്കണം. എൻ്റെ പൊന്നോ, ഇതിനു വേണ്ടി എന്ത് വേർഡ് ഈ പ്ലാസ്റ്റിക്കിനകത്തുള്ളത്? അല്ല ഞാൻ അറിയാൻ ചോദിക്കുക, എല്ലാം സിലിക്കൺ വെച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചേക്കുന്ന സ്ത്രീയാണോ? നിനക്കൊന്നും നാണമില്ലേ? ഇവനൊന്നും കേൾക്കുന്നില്ലല്ലോ, സോറി, ഇവന്മാർ വന്നിട്ട് പറയാം, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇവനൊന്നും നാണമില്ലയോ നീ ബിഗ് ബോസിൽ കിടക്കുന്ന മൊണ്ണ വാഴകൾക്ക്? അതുപോട്ടെ. എന്നിട്ട് അപ്പോൾ നമ്മൾ പറയും, അയ്യോ നമുക്ക് കുശുമ്പാണ്, എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പല ആൾക്കാരും പറയുന്ന കാര്യമോ, ഓ നിനക്ക് ഇത്ര കുശുമ്പുണ്ടോ, നീ എന്തിനാ ഇങ്ങനെ കുശുമ്പ് പിടിക്കുന്നേ എന്ന് പറയും. അയ്യോ കുശുമ്പ് പിടിക്കാൻ പറ്റിയ ചരക്ക് വേറെ ഇല്ലെങ്കിൽ കൊള്ളാം. ദൈവം സഹായിച്ച് നാളെ ചത്തുപോയാലും ഇന്ന് ആൾക്കാർ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പിന്നെ ജിസേൽ നടക്കുന്നുണ്ട്, അവൻ ഒരുമാതിരി അലവലാദികൾ പോലെ. പിന്നെ ജിസേൽ അമ്മായി പിന്നെ അവിടെ പോയിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ കേട്ടാലോ. മാവിനകത്ത് കുറച്ച് വെള്ളം ഒഴുക്കി ചൂടാക്കി കുറച്ച് തേങ്ങ തിരുമ്മി അതിനകത്തിട്ട് അതൊന്ന് കുറുക്കിയെടുത്ത് ഇതടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇല്ല കൊച്ചു പിള്ളേരെ വയറിളകുമ്പം പറഞ്ഞാൽ കൂടിപ്പോവും, കാണത്തില്ലേ അതുപോലുള്ള സംഭവം. അതിനകത്ത് എന്ത് ചെയ്തു? ഡിസൈൻ വരയ്ക്കുന്ന ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ച് അതിനകത്തോട്ടൊരു ഡിസൈൻ. ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ്. അമ്മായി എന്തൊരു ടേസ്റ്റ് അമ്മായി, ഭയങ്കര ടേസ്റ്റ്. ഇവനെയൊക്കെ എന്തോ പറയണം. അത് തിന്നിട്ട് പാരി ഇങ്ങനെ നക്കിയിട്ട് അയ്യോ എന്തൊരു ടേസ്റ്റ് അമ്മായി എന്ന് ചോദിക്കുന്നത്. അങ്ങനെ കുറേ എണ്ണം. ഇതൊക്കെയാണ് നമ്മൾ രാവിലത്തെ ലൈവിൽ കണ്ടത്. ഞാൻ ഫോൺ എടുത്ത് വെച്ച് റെക്കോർഡ് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ പോലും ഞാനിങ്ങനെ ഫോൺ എടുത്ത് വെച്ച് ലൈവ് കണ്ടോണ്ടിരിക്കുക. സൗണ്ട് ഇല്ലാതെ തന്നെ കാണാമല്ലോ, കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ സൗണ്ട് വെച്ചിട്ടും കണ്ടു കേട്ടോ. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നട്ടലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പുറത്തു പോയ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയും വെച്ചോണ്ട് ഒരുത്തനകത്തോട്ട് കയറി വന്നവന് നാണമില്ലേ? പോയത് പോവണം, ഇറങ്ങി പോടാ, നട്ടലുണ്ടെങ്കിൽ ഇറങ്ങി പോടാന്ന് പെൺപിള്ളേരെ വെല്ലുവിളിച്ചിട്ട് വീണ്ടും അവൻ അയ്യോ ബിഗ് ബോസ് സോറി, ബിഗ് ബോസ് ഇനി ഒന്ന് അകത്ത് കയറ്റു, ബിഗ് ബോസ് ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ബിഗ് ബോസ് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ബിഗ് ബോസ് എന്നെ ഒന്ന് രക്ഷിക്കൂ, ബിഗ് ബോസ്. നിങ്ങൾക്ക് ഞാൻ എന്ത് മോണാക്റ്റായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ അവരാ മോണാക്റ്റാണ് കാണിക്കുന്നത്. എങ്ങനെ കാണിക്കാതിരിക്കും? പ്ലീസ് ബിഗ് ബോസ്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും വരില്ല. ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ്, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ബിഗ് ബോസ് എന്നും പറഞ്ഞ് മോങ്ങി മൂക്കളെ ഒലിപ്പിച്ച് കണ്ണീര് ഒലിപ്പിച്ച് നാറി അവനകത്തേക്ക് കയറി വന്ന് എന്തോ ഒരു പോക്കായിപ്പോയി അല്ലേ. നട്ടല്ലുള്ളവനാണ് ഞാൻ, എനിക്ക് നട്ടല്ലാണ്, ഇങ്ങനെ 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 ഇരിക്കുന്ന നട്ടല്ലാണ്, നട്ടല്ലുമായിട്ട് വന്നത് അവൻ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. എനിക്ക് ഇഷ്ടമാണെന്ന് എൻ്റെ വീഡിയോ മുഴുവൻ കണ്ട ആർക്കെങ്കിലും ഒക്കെ അറിയാം. ആരും മുഴുവൻ കാണാറില്ലല്ലോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ മിക്കവാറും ആരുടെയും വീഡിയോ ഒന്നും ഫുള്ളൊന്നും കാണാറില്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ കാണൂ. നമ്മളിങ്ങനെ ലൈവ് പറയുമ്പോൾ അത്രയ്ക്കും കഥ പോലെ പറയുന്നത് ആർക്കും താല്പര്യമില്ല, എന്നാലും നമ്മളങ്ങ് പറഞ്ഞു തീർക്കുന്നു. അപ്പോൾ അങ്ങനെ പോയവൻ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അവൻ്റെ ഈ ജിസേൽ എന്ന് പറയുന്ന അമ്മായിയായിട്ട് കൂടിയതിന് ശേഷം ഗ്രൂപ്പ് കളിയിൽ കക്കൂസ് അക്ബറും അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞ അവനെന്തോ പറയുന്ന പേര് പെണ്ണൊന്നും വേണ്ട, അവനെ കമ്പം ശരത്ത്, അവന് കമ്പം ശരത്ത് എന്ന് പേരിടാം. കമ്പം ശരത്തും അതുപോലെ തന്നെ ഗാങ് ഈ ചീവീട് റേന, അങ്ങനെയുള്ള ഗാങ്, കുത്തിത്തിരിപ്പ് ബിന്നി, അപ്പോൾ ഇത്രയുള്ള ആൾക്കാരും എല്ലാവരും പിന്നെ ജിസേൽ അമ്മായി, ഇവരെല്ലാവരും കൂടി ചേർന്ന് അവനങ്ങ് നശിച്ച് അവനങ്ങ് വെറും കൂതറയായി. ആ കൂതറ സ്വഭാവം അവൻ്റെ മാറ്റിക്കഴിഞ്ഞാൽ അവൻ നല്ലൊരു എൻ്റർടൈനറാണ്, നമുക്കും അറിയാം. അവൻ ആ കൂതറ സ്വഭാവം കഴിഞ്ഞ് എല്ലാവരെയും ഒരുപോലെ കാണിച്ച് ഒക്കെ നിന്നുകൊണ്ടിരുന്നാൽ അവന് കുറേ കാലം കൂടി നിൽക്കാം. ഒരു 80 ദിവസമൊക്കെ അവന് നിൽക്കാൻ പറ്റും. അത്രയും കാശെങ്കിലും വാങ്ങിച്ചോട്ടെ, ഇവനെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഇതാണ് സംഭവിച്ചത്. എന്തായാലും കുറച്ച് നേരം നമ്മുടെ ആൾക്കാരൊന്നും മിണ്ടിയില്ല. മിണ്ടെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആർക്കാണ്? ആദില നൂർ ആൻഡ് എന്താ പറയുക നമ്മുടെ അനുമോള്.
ബാക്കിയുള്ളവരെല്ലാം ശൈത്യയുടെ എക്സ്പ്രഷൻ ഉണ്ട്. എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് അവൻ പോയിട്ട് ശൈത്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ടില്ല, പക്ഷെ കണ്ണും നോക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഗൈസ്? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ എനിക്കറിയില്ല, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ശൈത്യമാണ് പൊട്ടിക്കരയെന്നൊക്കെ കാണിച്ച് ഞാൻ ആ വീഡിയോ ഇടുകയും ചെയ്തായിരുന്നു, ആ പിക്സ് എടുത്ത് വെച്ച്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതെന്തെങ്കിലും ആകട്ടെ. എന്തായാലും പഴയതുപോലെ ജിസേൽ അമ്മായിയുടെ കൂടെ നെവിനും ആര്യനും അപ്പുറത്തും ഇപ്പുറത്തും കിടപ്പുണ്ട്. അങ്ങനെയാണ്, രണ്ടുപേര് കിടന്നില്ലെങ്കിൽ ജിസേൽ അമ്മായിക്ക് ഉറക്കം വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് അപ്പാനി ശരത്ത് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ 25 സിനിമ ചെയ്തവനാണ്. അവൾ ഒരു സിനിമ ചെയ്തോ? ഒരു സിനിമ ചെയ്യാത്ത അവൾ എവിടെയാണ് നടിയാവുന്നത്? ചേ നീ 25 സിനിമ ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കാനാടോ ഇങ്ങോട്ട് വന്നത്? ബിഗ് ബോസ് വരുന്നത് ആൾക്കാർക്ക് കുറച്ച് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നീ 25 സിനിമ ചെയ്ത്, ഇപ്പം ഞാനൊരു 5 സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇതിലൊന്നും പോകത്തില്ല. കാരണം എന്നെ നാട്ടുകാർക്ക് മനസ്സിലാവും. എന്നെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും ബിഗ് ബോസുകാരെ വിളിക്കുമ്പോൾ എൻ്റെ മുഖം ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് ഞാനൊന്ന് ഫേമസ് ആവാനല്ല, എനിക്കൊന്ന് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസിൽ പോണത്. പണം ഉണ്ടെങ്കിൽ ഞാൻ പോകേണ്ട കാര്യമില്ല. ഈ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വന്നതെല്ലാം കാശിന് വേണ്ടിയിട്ടാണല്ലോ. കാശുള്ളവരെന്തിനാ പോകുന്നത്? ആനിമോള് കാശുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആനിമോക്കും കാശ് കിട്ടാൻ അവൾക്ക് 2 വർഷത്തേക്ക് മാക്സിമം അവൾ പറഞ്ഞല്ലോ 2 വർഷത്തേക്ക് എനിക്ക് ഫീൽഡിൽ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞും എനിക്ക് ജീവിക്കണ്ടേ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം തുടങ്ങണം. ഈ കുറേ കാശുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങി കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫീൽഡ് ചിലപ്പോൾ ഔട്ടായി പോകാം. ആരാണ് വിവാഹം കഴിക്കുന്നവരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇപ്പം തന്നെ വയസ്സ് 30 അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കണക്ക് ഓരോ ആൾക്കാർക്കും കാശുണ്ട്. ചില ആൾക്കാർക്ക് വീടില്ല, ചില ആൾക്കാർക്ക് അതില്ല, ചില ആൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം വെച്ചിട്ടാണ്. എല്ലാവരും പൈസയ്ക്ക് പണത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ ദിവസം ഇത്ര രൂപ പേയ്മെന്റ് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അവർ ജോലിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ അപ്പാനി ശരത്തെ, നീ വലിയ ലോകോത്തര സിനിമാ നടനാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? അതും 25 സിനിമയിലൊക്കെ അഭിനയിച്ച വലിയ നടൻ. അയ്യോ, മഹാനടൻ. എൻ്റെ പൊന്നോ, തള്ളെന്ന് പറഞ്ഞാൽ അങ്ങ് തള്ളു. ആകെപ്പാടെ 5 അടി നീളമുണ്ട്. നീളം ഇല്ലാത്തവരെ കുറ്റം പറയുമൊന്നുമല്ല. ആകെപ്പാടെ 5.25 അടി നീളമുണ്ട്. എന്താ 4.25 അടി നീളമുണ്ട്. ഞാൻ ഏതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞ് നടക്കുക. നീളം അഭിനയത്തിൻ്റെ ഇതില്ല. നിനക്ക് എന്താ, നിന്നെ കണ്ടാൽ എന്തായാലും വേണം, നീ ഒന്ന് അഭിനയിക്കണം. നിന്റെ ഈ കുത്തിത്തിരിപ്പ് കണ്ടാൽ ഇനി നിന്നെ ആരെടുക്കും സിനിമയിൽ? എനിക്ക് എന്ത് ഹേറ്റേഴ്സ് വന്നാലും, എന്നെ ഇനി എന്ത് തെറി വിളിക്കാൻ വന്നാലും ഞാൻ പറയാനുള്ളത് പറയും. ഇവനേക്ക് ഇനി ആര് സിനിമയിലെടുക്കും എൻ്റെ പൊന്നെ? കാരണം ഒരു നമ്മുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു പെങ്കൊച്ചിനെ അവളെ വഴിക്ക് വിടുക. നീയൊക്കെ കളിക്കാനുള്ള കഴിയുക. അവളെ പുറവേ കണ്ടന്റിന് വേണ്ടിയിട്ട് കുറേ വായി നോക്കി വാടകൾ നടക്കുന്നു. ഒരു ജീവിയുടെ റെനയും നടക്കുന്നു. എന്നിട്ട് അവളെ കുത്തിരിപ്പ്. ഇന്നലെ രാത്രി, ഇത് ഞാൻ ഇത്രയും എനിക്ക് ദേഷ്യം വരാനുള്ള കാര്യം, ഇന്നലെ ഇവര് ഗൂഢാലോചന നടത്തുന്ന രാത്രി ഇരുന്ന് ബിഗ് ബോസ് കൃത്യമായിട്ട് അത് കാണിച്ചു. ആദ്യം ചൈനയിൽ തെറി വിളിക്കുന്ന കാര്യം, അതിനുശേഷം അവളെ അടിക്കണം, അവളെ കൊണ്ട് അടിപ്പിക്കണം. റെനെ അല്ലെങ്കിൽ ആര്യൻ അനുമോൾ അടിക്കണം എന്ന് പറഞ്ഞാൽ അവരെ പ്രൊവോക്ക് ചെയ്ത്, അനുമോളെ പ്രൊവോക്ക് ചെയ്തിട്ട് അനുമോളെ കൊണ്ട് റെനെ അടിപ്പിക്കുക, എന്നിട്ട് അനുമോളെ പുറത്താക്കുക. ഇവൻ ഈ അപ്പാനി ശരത്തൻ്റെ അവളെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും, അവളെ ഞാൻ അങ്ങനെ ചെയ്യും, അവൾ പുറത്തിറങ്ങി അവളെ ഏതാണ്ടങ്ങ് ചെയ്തേനെ. ഇവൻ എന്താ ഒലത്തും പുറത്ത് വന്നാ? ഇവൻ അടികൊള്ളാതെ ആദ്യം നോക്കണം. ഇവൻ വലിയ ഏതാണ്ട് സിനിമ തന്നെ ഏതാണ്ട് വലിയ സംഭവമാണ്. ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് വരാം. ഇവൻ ആദ്യം ഈ നാട്ടിൽ നിന്ന് വന്ന് അടികൊള്ളാതെ അവൻ നോക്കി നടക്കുന്നതായിരിക്കും അവനെ നല്ലത്. ഒരു പെങ്കച്ചിൻ്റെ പുറകെ ഹീറോയിസം കാണിക്കുന്നതാണ് വലിയ കാര്യം. ഇവൻ എന്തോ ഹീറോയാണ്? ഇവനെന്താന്ന് അവൻ വിചാരിക്കുന്നത് അവനെ ഏതാണ്ട് വലിയ സംഭവമാണെന്നാണ്. ഇവരെയൊക്കെ പിടിച്ച് പുറത്ത് കളയണം. ഒരു ആണുങ്ങൾക്ക് നാണക്കേടായിട്ട്, ആണുങ്ങൾക്ക് തന്നെ നമ്മളൊക്കെ പുരുഷന്മാരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. പുരുഷന്മാർക്ക് അപമാനമായിട്ടുള്ള ഒരുത്തൻ, അതങ്ങനെ കുറേ എണ്ണം. അങ്ങനെ അവൻ ഇന്നലെ ഗൂഢാലോചന നടത്തി, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ചെയ്തോണം എന്നും പറഞ്ഞ് ഈ സാധനങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുമായിരുന്നു. ആരൊക്കെയാണ്? ജിസേൽ അമ്മായി, അക്ബർ, അതുപോലെ തന്നെ റെന ഫാത്തിമ, അതുപോലെ തന്നെ ഇവളെ പേരെന്താ, ബിന്നി, കുത്തിത്തിരിപ്പ് ബിന്നി. ഈ ആൾക്കാരെല്ലാവരും കൂടി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അനുമോളെ പുറത്താക്കണം. അനുമോളെ പുറത്താക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ റെന അനുമോളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യണം. അത് ചൈനയിൽ കുങ്ഫു എന്താ ഒരു പേര് പറഞ്ഞിട്ട് അത് വിളിക്കണം. അത് വിളിക്കുമ്പം ഈ ചൈന പഠിച്ച ചൈന ബിന്നി ഉണ്ടല്ലോ, ഇനി അവളെ ചൈന ബിന്നി എന്ന് വിളിച്ചത് കുത്തിത്തിരിപ്പ് വേണ്ട, ചൈന ബിന്നി തന്നെ. അവൾ യഥാർത്ഥത്തിൽ ഡോക്ടർ എന്ന പേര് വേണമെങ്കിൽ ഇവിടെ FMCG എക്സാം എഴുതണം. ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ എക്സാം എഴുതി ആ എക്സാം പാസ്സായെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഒരു ഡോക്ടർ ആവത്തുള്ളൂ. അപ്പം ഡോക്ടർ ബിന്നി എന്നാവത്തുള്ളൂ. ഇത് ചൈനയിലെ പറ്റും. ചൈനയിലെ പാരമ്പര്യ ഇവിടുത്തെ ആയുർവേദമൊക്കെ പോലെ ഇവിടുത്തെ ഒരു പാരമ്പര്യ വൈദ്യം ഉണ്ട്, അതൊക്കെ പഠിച്ചിട്ട് വന്നത്. അപ്പോൾ ഇവിടെ മര്യാദയ്ക്ക് വന്ന് ഇവിടുത്തെ മോഡേൺ മെഡിസിനെ കുറിച്ചൊക്കെ പഠിച്ച് അതൊക്കെ എഴുതി പാസ്സായെങ്കിൽ മാത്രം ഇവിടുത്തെ ഡോക്ടർ. അതുകൊണ്ട് ഞാൻ ഡോക്ടറെന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം കയ്യിലിരിപ്പും അതാണല്ലോ. അപ്പോൾ ചൈന ബിന്നി പറയുവാണ്, ഞാൻ വന്ന് റെനയോട് പറയും,
അയ്യോ ഞാൻ പറഞ്ഞു അതെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ വിളിച്ചത്, എനിക്ക് നാളെ ബിഗ് ബോസിൻ്റെ ഒന്ന് ചീത്ത വിളിയേക്കും. അപ്പം ഇത് പറയുമ്പം ഈ പാവ അനുമോള് വിചാരിക്കുമ്പോൾ എന്നെ എന്തോ വലിയ തെറി വിളിച്ചു ഞാൻ പോയിട്ട്. അപ്പം എന്താണ് ഇവർക്ക് വായി തോന്നുന്ന ഒരെണ്ണം പറയുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ഈ ബിന്നി എന്ന് പറയുന്നവൾ അവിടെ ഒരു 5 വർഷം അല്ലെ 5.5 വർഷം 6 വർഷം അവിടെ നിന്നെന്ന് വിചാരിച്ച് ഇവൾ അവിടുത്തെ എല്ലാ ലോക്കൽ ഭാഷയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അവിടെ ബാംഗ്ലൂർ പഠിച്ചു, എനിക്ക് കന്നഡ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. പക്ഷേ കന്നഡയിൽ എന്തെല്ലാം വാക്കുകളുണ്ട്, തെറി വാക്കുകൾ, നമുക്കതെല്ലാം അറിയാവോ? നമ്മൾ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. നമുക്കവിടെ പിടിച്ച് നിൽക്കണം. നമുക്കൊരു സ്ഥലത്ത് ചെന്നാൽ ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല. അപ്പം നമുക്കവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി അവിടുത്തെ ലോക്കൽ ഭാഷ നമ്മൾ പഠിക്കും, സ്വാഭാവികം. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതാണ് ഓരോ സ്ഥലത്തെയും. പിന്നെ ചൈനയിൽ MBBS പോയി അവിടുത്തെ ചൈനീസ് ഭാഷ പഠിച്ചിരിക്കണം, അവിടുത്തെ ഭാഷ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മളെ കുറേ കുട്ടികൾ ചൈനയിലൊക്കെ പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് വന്ന പിള്ളേർ ഇവിടെ FMCGക്ക് വേണ്ടി എൻട്രൻസ് പോലെ കോച്ചിങ് ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെ പറയണം എന്ന് പറഞ്ഞ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് രാവിലെ അതൊന്ന് ചെയ്യാൻ ശ്രമിച്ചു അനുമോള്. അനുമോക്ക് എന്തോ അനുമോളൊന്നും അറിയുന്നില്ല, അനുമോക്കൊന്നും മനസ്സിലായില്ല. ഇവർ കുമ്പേച്ചെന്നൊക്കെ പറഞ്ഞു. അനുമോൾ മൈൻഡ് തോന്നി, അനുമോലെ സാധനത്തിന് വേണ്ടി അനുമോൾ ശ്രദ്ധിച്ച പോലില്ല. അങ്ങനെ അത് ചീറ്റിപ്പോയി. പിന്നെ അത് തുടർന്നോ എന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാനത് കണ്ടില്ല ഗൈസ്. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നാണ് ഇത് കണ്ടത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നെവിനൊക്കെ വന്നു കഴിഞ്ഞ് ഇപ്പം ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. ക്യാപ്റ്റന് ഫുഡൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് വെച്ച് വലിയൊരു സംഭവം നമ്മൾ മെനഞ്ഞാന്നെ അറിഞ്ഞതായിരുന്നു. ജിസേൽ അമ്മയുടെ സിസ്റ്റർ മരിച്ചുപോയി. അത് മെനഞ്ഞാന്നാണ് മരിച്ചുപോയത്. അത് ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡാണല്ലോ ഇത്, ഇന്നലത്തെ ലൈവാണല്ലോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് അമ്മായിയോട് കൺഫ്യൂഷൻ റൂമിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ അമ്മായി എന്തോ ഒരു സ്ട്രോങ് ലേഡിയാണ്, തള്ളയുടെ അനിയത്തി മരിച്ചതാണ്, അവിടെ മരണാന്തര കർമ്മങ്ങളൊന്നും നടത്താൻ ആളില്ലാന്ന്. അപ്പോൾ അവൾക്ക് മരണാന്തര കർമ്മത്തിന് പോകണമെങ്കിൽ എനിക്കൊന്ന് പോകണം ബിഗ് ബോസിന് പോയിട്ട് 1 ദിവസം 2 ദിവസം നിന്നിട്ട് വരാമെന്ന് പറയും. പക്ഷെ അതൊന്നും അവൾക്കൊന്നും പോകണ്ട. അവൾ ഒരു കുഴപ്പമില്ല, ആരോട് മാത്രം അത് പറഞ്ഞു, വേറെ ആരും ആ ഹൗസിലുള്ളവരെ ഒന്നും അറിയിക്കാതെ രഹസ്യമായിട്ട് അവൾ കുറച്ച് നേരം പിന്നെ അവിടെ കൺഫ്യൂഷൻ റൂമിൽ ഇരുന്ന് കരച്ചിൽ കരഞ്ഞു. കരച്ചിൽ വരുത്താൻ എളുപ്പമല്ല, ടിഷ്യൂ ഒന്ന് ചുണ്ടിൽ തൊട്ടു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞവളാണ്. അപ്പോൾ പിന്നെ അവൾ മറ്റുള്ളവരെ കരച്ചിൽ നാടകം വിളിക്കുന്നു. അപ്പോൾ അവൾ കരയുന്നൊന്നും നാടകമല്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അമ്മായിയല്ലേ, പോട്ടെ, നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ, കുറച്ച് പ്രായം കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മായി അവിടെ കുറച്ച് നേരം കൺഫ്യൂഷൻ റൂമിൽ ഇരുന്നിട്ട് തിരിച്ചു പോരുന്നു. എന്നിട്ട് വന്നിട്ട് ആര്യനോട് മാത്രം പറഞ്ഞു, വേറെ ആരും അറിഞ്ഞിട്ടില്ല. വീണ്ടും അവിടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തള്ളയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ തള്ളയ്ക്ക് തുല്യമാണ്, സ്വന്തം അമ്മയ്ക്ക് തുല്യമാണ്. അമ്മയില്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയാണ് അമ്മ. അപ്പോൾ അതൊക്കെ അവൾ മറന്നു. വീണ്ടും അവൾ ഫുഡൊക്കെ കഴിച്ച് അവൾ 2 ആണുങ്ങളുടെ നടുക്ക് ഇങ്ങനെ കിടന്നിട്ട് അവിടെ ഓരോരോ കാര്യങ്ങൾ അവർ ആണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഓരോ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. ക്യാപ്റ്റനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ബിന്നി, റെന, ആരാണ് നെവിൻ. ഇത് അവരവരുടെ ഗ്രൂപ്പ് അനുസരിച്ച് ആദ്യമേ പറഞ്ഞു. കാരണം ഇപ്പുറത്തെ ഒനിയലിന് കുറച്ച് വോട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ 3 പേരും തന്നെ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. അവരത് നേരത്തെ അതും ഇന്നലെ പ്ലാൻ ചെയ്യുന്നത് ബിഗ് ബോസ് കാണിച്ചതാണ്. ഈ പ്രാവശ്യം ഈ ആഴ്ചയും നെക്സ്റ്റ് വീക്കിലും ഈ വീക്കിലും നെക്സ്റ്റ് വീക്കിലും അങ്ങനെ ഓരോ വീക്കിലേക്കും അവർ ആരൊക്കെ വരണമെന്ന് ഇപ്പോഴേ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഗ്യാങ്ങിൽ തന്നെ 3 പേരിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം അവിടെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിൽ. വീണ്ടും ബിഗ് ബോസ് ലൈവിൽ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ജയിൽ നോമിനേഷൻ ആവാനുള്ള സാധ്യതയാണ്. ജയിൽ നോമിനേഷൻ നാളെയാണല്ലോ പറയുന്നത്, ഇന്ന് ജയിൽ നോമിനേഷൻ വരില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്താണെന്നുള്ള സൗണ്ട് കേൾക്കാനുള്ള ഇതില്ല. ഞാനിപ്പോൾ കണ്ടിട്ട് അവിടെ എന്തോ ലിവിങ് ഏരിയയിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻ നടന്നു. 3 പേരാണ്. റെന എന്ന് പറഞ്ഞാൽ റെന ഫാത്തിമ, ബിന്നി, അതുപോലെ തന്നെ നെവിൻ വന്നിട്ട് നൂറയുടെയും ആദിലയോടും മിണ്ടിയിട്ടില്ല. എന്നിട്ട് അവൻ പറയുന്നത്, ഇപ്പോൾ കുറച്ച് നേരത്തെ അവൻ പറയുന്നത്, അവളുമാരിൽ 2 പേരുടെ ഒരാളുടെ ചിറക് ഞാൻ അരിയും എന്ന് പറയുന്നത്. അപ്പം നൂറയും ആദിലയും ഇപ്പോൾ 2 കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലാണല്ലോ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒരാളുടെ ചിറക് ഞാൻ അരിയും. ഇപ്പം നൂറയോ ആദിലയോ ഔട്ടാവും എന്നുള്ളതാണ് ഇവന്മാർ പ്രതീക്ഷിക്കുന്നത്. ഇവന്മാർ ഒരിക്കലും അറിയുന്നില്ല ആരിനാണ് ഔട്ടാവുന്നത്. രേണു സുധി പോലും ഔട്ടാവില്ല ഇപ്രാവശ്യം, ഉറപ്പാണ്. ആര്യനാണ് ഔട്ടാവുന്നത്. രേണു സുധിക്ക് പോലും വോട്ട് ചെയ്യും. കാരണം അത്രമാത്രം ഈ ആര്യൻ എന്ന് പറയുന്നത് വിവരമില്ലാത്തവൻ വെറുപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോള് നോമിനേഷൻ ഇല്ല. അപ്പം അനുമോളുടെ ഫാൻസ് മുഴുവൻ വോട്ട് ചെയ്യുന്നത് ആദില, നൂറയ്ക്കും ഇപ്പോൾ കുറച്ചങ്ങ് രേണുവിനും കൊടുക്കും. കാരണം ആദിലയും നൂറയുടെയും പിന്നെ നമ്മുടെ അനുവിൻ്റെയും കൂടെ ഇപ്പം രേണു കൂടി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വോട്ട് രേണുവിനും കൊടുക്കും. അപ്പം രേണു അവിടെ സേഫ് ആയിട്ട് നിൽക്കും. രേണു അവിടെ നിൽക്കണം. നമുക്ക് ആരോടും പേഴ്സണലി ഒരു ഇതുമില്ല. രേണു നല്ലോണം ഇന്ന് രേണുവിന് ഒരുപാട് സംസാരിക്കാനുള്ള
ഒരു അവസരമാണ്. രേണു സംസാരിച്ചെങ്കിൽ ഇന്ന് രേണുവിന് നല്ല ഹൈപ്പ് കിട്ടേനെ. കാരണം ഈ അനുമോളുടെ ഈ പ്രശ്നം വന്നപ്പം അനുമോൾ കളിയാക്കുമ്പോൾ ഇവന്മാരെല്ലാവരും കൂട്ടം ചേർന്ന് ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ വളരെ മോശമായിട്ട് ആക്രമിക്കുമ്പോൾ ഇവൻ അക്ബർ വിളിക്കുവാണ്. ഇന്ന് അവൻ പിന്നെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ പിന്നെ അനുമോളെ വിളിച്ചാണ് കക്കൂസ്. അവനെ നാണമില്ല, വായി നോക്കി. അവനെ സെപ്റ്റ് ടാങ്ക് എന്ന ഈ രേണുവിനെ വിളിച്ചതിൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇവൻ ഇന്ന് അനുമോളെ കക്കൂസ് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം അത് ആ സമയത്തൊക്കെ രേണുവിന് നല്ലോണം പ്രതികരിക്കാൻ, അതെനിക്ക് തീട്ടം, നീ തൂറി മെഴുകുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ നന്നായിട്ട് രേണുവിന് പ്രതികരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ എന്തിനാണ് ഒരു സ്ത്രീയുടെ പുറകെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കളിച്ചൂടെ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. ആർക്ക് വേണമെങ്കിലും ആരുടെ പ്രശ്നത്തിലും ഇടപെടാം. അതുപോലെ തന്നെ ഈ സാധനം കാണാതെ പോയി ആരാണ് എടുത്തത്? നിങ്ങൾ എന്തിനാണ് ഒരു സ്ത്രീയുടെ കുളിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കുളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത് എന്നൊക്കെ ഈ രേണുവിന് ചോദിക്കാവുന്നേ ഉള്ളൂ. കാരണം അതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവളുടെ വോയിസ് നന്നായിട്ട് ഹൈപ്പ് ചെയ്ത് വളരെ നല്ല ഒരു സ്ട്രോങ് പ്ലേ. ഇനി കളിച്ചാലും മതി. ഇന്ന് ഒരുപാട് അവസരമുണ്ട്. ഞാനിവിടെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ പറയുമായിരുന്നു, രേണു നീ ഒന്ന് സംസാരിക്കടേ, നീ ഒന്ന് സംസാരിച്ചാൽ നീ നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് എല്ലാം മാറിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു നെഗറ്റീവ് മാറി വരുന്ന സമയത്ത് ഫുള്ള് മാറിക്കൊണ്ട് പോസിറ്റീവ് ആവാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ എവിടുന്ന്, ഞാൻ എന്താ പറയാനാ? ആരണ്ട് ചോദിച്ചു എന്നിട്ട് അനുമോൾ ഇത്രയും വിഷമിച്ചിരുന്ന് കരയുകയോ സങ്കടപ്പെടുകയും പറയുകയും ചെയ്യും. അപ്പം കരയുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുത്തരും എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അടുത്തോട്ട് വന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പം അവൾ ഒളിഞ്ഞു ചോദിച്ചു, ചേച്ചി ഞാൻ ഇത്രയും ഒരു ബുദ്ധിമുട്ടിൽ എനിക്ക് കുളിക്കാൻ പറ്റുന്ന എൻ്റെ സാധനങ്ങൾ ആരോ ഒളിച്ചു വെച്ചു. ചേച്ചി പിന്നെന്താ എൻ്റെ മുമ്പ് നടന്ന് ഡാൻസ് കളിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നത്, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്കുള്ള എൻ്റെ സന്തോഷമാണ് പാട്ടും ഡാൻസും. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരാൾ ബുദ്ധിമുട്ടിക്കൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ടും ഡാൻസും ചെല്ലുന്നത്. അപ്പോൾ എന്താണ്, അവൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കണം. അപ്പോൾ അവിടെ വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമുക്ക് എവിടെയാണ് സ്പേസ് കിട്ടുന്നത് ആ സ്പേസ് നോക്കിയിരുന്നാണ് നമ്മൾ പ്രതികരിക്കാൻ. അല്ലാണ്ട് എനിക്കാരെങ്കിലും സ്പേസ് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? നമ്മളെന്താണ് പറയുന്നത്, ഇത് ഗെയിമാണ്, മൈൻഡ് ഗെയിം ഉണ്ട്, ഇതിനകത്ത് ഫിസിക്കൽ ഗെയിം ഉണ്ട്. നമുക്ക് ഫിസിക്കൽ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ മൈൻഡ് ഗെയിം ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അവിടെ സംസാരിക്കാൻ. നമ്മൾ ഇടിച്ചു കയറി സംസാരിക്കുക. അവിടെ ആരെയും നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും റൈറ്റ് ഉണ്ട് സംസാരിക്കാനും എല്ലാത്തിനും. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഒരു അവസരമായിരുന്നു രേണു അതൊന്നും മുതലാക്കുന്നില്ല. എനിക്കതിന് ഭയങ്കര വിഷമമുണ്ട്. കാരണം മുതലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സ് ആയാലും എടുത്ത് പൊക്കും. അതിപ്പോൾ രേണുവിൽ ആരായാലും, ഇപ്പോൾ ഞാൻ രേണുവിനെ കുറേ വഴക്കും പറയുന്നുണ്ട്. കാരണം രേണുവിൻ്റെ സ്വഭാവം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രേണു കാണിക്കുന്നത് രേണുവിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്ന കുറേ വിവരമില്ലാത്ത വിവരദോഷികളാണ് പറയുന്നത്. രേണുവിനെ ഞാനൊന്നും പറയുന്നത് മണ്ടത്തരം കാണിക്കുന്നതും ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ അഹങ്കാരം അതെല്ലാം കാണിച്ചിട്ട് അവിടെ നല്ല പിള്ളയായിട്ട് നിൽക്കുന്നു. അതൊക്കെ ഓക്കെ, നല്ല പിള്ളയാണെങ്കിൽ നല്ല പിള്ള, നല്ല സ്വഭാവമാണെങ്കിൽ നല്ല പക്ഷെ പറയേണ്ട അടുത്ത് പറയാതെ എവിടെയെങ്കിലും മൂലി കുളിച്ചിരുന്നു കഴിഞ്ഞാൽ അതെന്ത് ഗെയിമാവും? അപ്പോൾ ഇപ്പം ഇന്നൊക്കെ നല്ല അവസരമായിരുന്നു. എന്നിട്ട് രേണു അതൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിവരങ്ങൾ. ഇതുവരെയുള്ള ലൈവ്. നെക്സ്റ്റ് അപ്ഡേറ്റ്സോട് ഞാൻ രാത്രി വരാം ഗൈസ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മാറിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടി വന്നിരുന്നാണ്. ഫുഡ് കഴിച്ചില്ല. ഇപ്പോൾ സമയം എത്രയായി? സമയം നല്ല സമയമായി കേട്ടോ. ഇപ്പോൾ സമയം ഇപ്പോൾ 3 മണിയെങ്കിലും ആയി കാണും. ഇപ്പോൾ 3 മണിയോളം ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ ലൈവ് നടക്കുകയാണ്. എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലോക്കൊന്നും കാണുന്നില്ല. എൻ്റെ മറ്റേ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയുടെ എല്ലാ അപ്ഡേറ്റ്സോടും ഞാൻ രാത്രി വരുന്നവർക്ക് ബൈ, ടേക്ക് കെയർ.